പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 1-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന അസാധാരണമായ ഈ സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളെ കാത്തുപരിപാലിച്ചതിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അത്ഭുതകരമായി കർത്താവ് നമ്മളെ നടത്താൻ നടത്തുന്നതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 9 മാസക്കാലം ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു 9 പ്രാവശ്യം ഒന്ന് സ്തോത്രം പറഞ്ഞ് കർത്താവേ നന്ദിയോടെ സ്തോത്രം, കർത്താവേ നന്ദിയോടെ. ജനുവരി മാസം നടത്തിയതിനായിട്ട് സ്തോത്രം, ഫെബ്രുവരി മാസം നടത്തിയതിനായിട്ട് സ്തോത്രം, മാർച്ച് മാസം നടത്തിയതിനായിട്ട് സ്തോത്രം, ആമേൻ. ഏപ്രിൽ മാസം നടത്തിയതിനായിട്ട് സ്തോത്രം, മെയ് മാസം നടത്തിയതിനായിട്ട് സ്തോത്രം, ജൂൺ മാസം നടത്തിയതിനായിട്ട് സ്തോത്രം, ജൂലൈയിൽ ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ഹല്ലേലൂയ. ഓഗസ്റ്റിൽ ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ഇപ്പോൾ കർത്താവേ ഈ 9-ാം മാസവും അത്ഭുതമായി നടത്തിയ ദൈവകൃപയ്ക്ക് സ്തോത്രം 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 സ്തോത്രം. അങ്ങയുടെ വൻകൃപകൾക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അപ്പാ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു. കഴിഞ്ഞ 9 മാസം അത്ഭുതങ്ങളിലൂടെ ഞങ്ങളെ നടത്തിയതിന് സ്തോത്രം. അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഇരുന്നതിന് സ്തോത്രം. ഞങ്ങളെ ആരോഗ്യത്തോടും ആയുസ്സോടും സൗഖ്യത്തോടും കർത്താവ് സൂക്ഷിച്ചതിന് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു. അപ്പാ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അത്ഭുതങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ആരും അശ്രദ്ധരാകാതെ പ്രാർത്ഥിക്കണം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ 10-ാം മാസത്തിൻ്റെ 1-ാം തീയതി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക അത്ഭുതങ്ങളുടെ പകലായി മാറട്ടെ, ദൈവിക അത്ഭുതത്തിൻ്റെ മാസമായി മാറട്ടെ, ദൈവ പ്രവൃത്തിയുടെ മാസമായി മാറട്ടെ. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ മാസം ഇവർക്കായി പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ദൈവിക നന്മകളുടെ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇവർക്കായി തുറക്കപ്പെടട്ടെ. കർത്താവേ, കഴിഞ്ഞ 9 മാസം പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്ത ചില വിഷയങ്ങൾക്ക് ഈ പുതിയ 10-ാം മാസം മറുപടി ലഭിക്കുന്ന മാസമായി മാറട്ടെ. പുതിയ വാതിലുകൾ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി തുറക്കപ്പെടുന്ന മാസമായി തീരട്ടെ. ആത്മപകർച്ചയുടെ മാസമായി മാറട്ടെ. ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്ന കർത്താവേ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാൽപ്പൊത്തയ്ക്ക് നീർ വന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ആമേൻ, ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ. കാൽപ്പൊത്തയ്ക്ക് നീര് വന്ന്, ആമേൻ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ആമേൻ, കണങ്കാലിന് നീര് വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ നീർക്കെട്ട് ഈ പകൽ തന്നെ വലിഞ്ഞ് മാറി അവർ സ്വസ്ഥരായി തീരുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവേ, തലയുടെ പിറകു ഭാഗത്തായിട്ട് വേദന അനുഭവപ്പെടുന്നവർ, അവൻ നാളുകളായി ആ ബുദ്ധിമുട്ടുണ്ട്, അത് മുഖാന്തരം പല കാര്യങ്ങളും പ്രയാസമായിട്ടിരിക്കുന്നവർ, ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്നതിന് നന്ദി. ദൈവിക ഇടപെടലുകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതുപോലെ സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ജോലി, ബിസിനസ്, ഇതിലൊക്കെ ദൈവിക പ്രവൃത്തി നടക്കാൻ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇതിലൊക്കെ കർത്താവിൻ്റെ പ്രവൃത്തി നടക്കുവാൻ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി സഭയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ 10-ാം മാസം സഭയ്ക്ക് ലോകവ്യാപകമായി ഒരു ഉണർവുണ്ടാകട്ടെ. ലോകവ്യാപകമായി ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത്, യേശു ക്രിസ്തുവിൻ്റെ സഭയ്ക്കകത്ത് ഒരു വലിയ ഉണർവുണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഇന്ന് വൈകിട്ട് നടക്കുവാനുള്ള മീറ്റിങ്ങിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഗ്ലോറി ഇന്നത്തെ മീറ്റിങ്ങിൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. 10-ാം മാസത്തിൻ്റെ ആരംഭ രാത്രിയാണ്. എല്ലാവരും തന്നെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.
ഇന്ന് പ്രഭാതത്തിൽ ഈ പുതിയ മാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തന്നിരിക്കുന്ന ആലോചന അവൈക്കനിങ് എന്നൊരു ചിന്തയാണ്. അതായത് ഉണരുക, എഴുന്നേൽക്കുക. ദൈവം നമ്മളെ അസാധാരണമായി അനുഗ്രഹിക്കുന്ന ഒരു മാസമാണ്. അസാധാരണമായി ദൈവിക നന്മകൾ അനുഭവിക്കുന്ന ഒരു മാസമാണ് ഈ 10-ാം മാസം. പരിശുദ്ധാത്മാവ് തന്ന വാക്യം ആമേൻ. യെശയ്യാവിൻ്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം വാക്യം, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. സഭ എഴുന്നേൽക്കുവാനാണ് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി എഴുന്നേൽക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ദൈവിക ഉണർവ് നമ്മുടെ മധ്യേ നടക്കുവാൻ ഇടവരും. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓർപ്പിക്കുന്നു. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ആയിരിക്കുന്ന അവസ്ഥ, ഒരാളോട് എഴുന്നേൽക്കാൻ പറഞ്ഞ് ഒന്ന് ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആത്മീക ജീവിതത്തിൽ ഒരു എഴുന്നേൽപ്പ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ മാസം നമ്മൾ ആത്മീകമായി എഴുന്നേൽക്കാമെങ്കിൽ പ്രാർത്ഥനയിൽ, ജീവിത വിശുദ്ധിയിൽ, വചനധ്യാനത്തിൽ, വിശ്വാസത്തിൽ, ഇങ്ങനെ ഓരോന്നിലും എഴുന്നേൽക്കുവാൻ നമ്മൾ തയ്യാറായാൽ കർത്താവ് പറയുന്നു വലിയ അനുഗ്രഹത്തിലൂടെ കർത്താവിൻ്റെ മക്കളെ കർത്താവ് ഈ മാസം നയിക്കും. അതുകൊണ്ട് എന്താ നമ്മൾ ദൈവമക്കൾ ചെയ്യേണ്ടത്? നമ്മൾ ഒന്ന് എഴുന്നേൽക്കുവാൻ കർത്താവ് ആഗ്രഹിക്കും. നമ്മളെപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ പറഞ്ഞ് നമ്മൾ തളർന്നിരിക്കുന്നവരാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഗിദെയോൻ തളർന്നിരിക്കേണ്ടവനായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറഞ്ഞു, നീ എഴുന്നേൽക്ക്. ഇതുപോലെ കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് സന്ദേശമായി പറയുക, എഴുന്നേൽക്കുക. എഴുന്നേൽക്കുന്നുവെങ്കിൽ അസാധാരണ കാര്യങ്ങളെ ചെയ്യിപ്പിക്കുവാൻ കർത്താവ് ശക്തനാണ്. നമ്മുടെ കൈകളെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നു, നമ്മുടെ നാവിനെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നു. നമ്മളെ മൊത്തത്തിൽ ഈ 10-ാമത്തെ മാസം ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി അസാധാരണമായി ഉപയോഗിക്കുവാൻ പോകുന്നു. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അതിനകത്ത് ദൈവിക നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. പ്രാർത്ഥനയിൽ എഴുന്നേൽക്കണം, ആരാധനയിൽ എഴുന്നേൽക്കണം, ഉപവാസത്തിൽ എഴുന്നേൽക്കണം, വിശ്വാസ ജീവിതത്തിൽ എഴുന്നേൽക്കണം. അപ്പോൾ എഴുന്നേറ്റ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഭൗതിക നന്മകളും വെളിപ്പെടാൻ തുടങ്ങും. എല്ലായിടത്തും ദൈവത്തിൻ്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടവരും. അതുകൊണ്ട് ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്തുവാ? ദ മന്ത് ഓഫ് അവൈക്കനിങ്, എഴുന്നേൽക്കുന്ന മാസം. മന്ത് ഓഫ് അവൈക്കനിങ്, മന്ത് ഓഫ് അവൈക്കനിങ്. അപ്പം പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ് കൂടുതലായിട്ട് നിങ്ങളോട് സംസാരിക്കും. വരും ദിവസങ്ങളിലെ മീറ്റിങ്ങുകളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മളിലൂടെ ഒരു വലിയ അവൈക്കനിങ് കർത്താവ് ലോകവ്യാപകമായി നടത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു അവൈക്കനിങ് ഉണ്ടാകും, നിങ്ങളുടെ ജോലിയിൽ ഒരു അവൈക്കനിങ് ഉണ്ടാകും, ശുശ്രൂഷകളിൽ ഒരു അവൈക്കനിങ് ഉണ്ടാകും. എല്ലാത്തിനകത്തും ഒരു വലിയ ഉണർവ് ഈ പുതിയ മാസം ഉണ്ടാകും. കർത്താവ് അതിനായിട്ട് നമ്മളെ ഒരുക്കുകയാണ്. നമ്മുടെ ഭാഗം കൂടുതൽ പ്രാർത്ഥിക്കുവാനും, ദൈവവചനം ധ്യാനിക്കുവാനും, ഉപവസിക്കുവാനും, ജീവിത വിശുദ്ധി സൂക്ഷിച്ച് കർത്താവിനെ സ്നേഹിച്ച് മുന്നേറുവാനും കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാത്തിനകത്തും നമ്മുടെ ജീവിതത്തിൽ ഉണർവുണ്ടാകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർമാനമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാം. ഒരു വാക്ക് നമുക്ക് ഈ മാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചോ. 10-ാം മാസത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എവിടെയൊക്കെ എഴുന്നേൽക്കാനുണ്ടോ അതൊക്കെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. എഴുന്നേൽക്കേണ്ടതുപോലെ എഴുന്നേറ്റ് ആമേൻ ദൈവത്തിൻ്റെ മഹത്വമായി മാറുവാൻ, മഹത്വം വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. God bless you. God bless you. God bless you.